കോഴിക്കോട് സൗത്ത് ആരൊക്കെയാണ് ഇത്തവണ പോരാട്ട ഗോധയിലുള്ളത് എന്ന് നമുക്ക് കാണാം. യെസ്, LDF വേണ്ടി അഹമ്മദ് ദേവർകോവിൽ രംഗത്തിറങ്ങിയപ്പോൾ BJP ഇറക്കിയിരിക്കുന്നത് അവരുടെ ഹെവി വെയിറ്റ് കാൻഡിഡേറ്റ് തന്നെയാണ് ടി റനീഷ്. ഒപ്പം UDF വേണ്ടി ഫൈസൽ ബാബു, ലീഗിന്റെ ഫൈസൽ ബാബുവാണ് രംഗത്ത് എത്തിയിരിക്കുന്നത്. അശ്വതി, സൗത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്തൊരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ ഇതാ ഈ മനുഷ്യൻ കാരണം ഒരു പക്ഷേ സൗത്ത് മണ്ഡലത്തിനെ C ക്ലാസ്സോ D ക്ലാസ്സോ എന്നൊക്കെ വേർതിരിവുണ്ട്, എനിക്കറിയില്ല. എങ്കിലും ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ A ക്ലാസ്സിലേക്ക് ഉയർത്തിയ മനുഷ്യനാണ് ദേ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായും കോഴിക്കോട് സൗത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ്. പക്ഷെ അവിടെയാണ് ശ്യാം പറഞ്ഞ ഈ മനുഷ്യന്റെ ടി റനീഷ് പുതിയതുറയിൽ മത്സരിച്ച്, അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്, അവിടെ മത്സരിച്ച് കോർപ്പറേഷൻ. ഒരു മാധ്യമ പ്രവർത്തകൻ റനീഷിന്റെ അടുത്ത് പോയി ചോദിച്ചു, അല്ല റനീഷ്, ഇതിപ്പോ മുസ്ലിങ്ങളൊക്കെ ഒരുപാട് കൂടുതലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള ഒരു മണ്ഡലമല്ലേ, എങ്ങനെയാ ശരിയാവുക എന്ന്. ഇപ്പൊ റനീഷിന് ഒരു മറുപടി ഉണ്ട്. ഈ പറയുന്ന മണ്ഡലങ്ങളിലൊക്കെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലമാണ്. അവിടെ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ 100-നും 150-നും ലീഡ് BJP സ്ഥാനാർത്ഥിക്കായിരുന്നു, റനീഷിനായിരുന്നു. അപ്പൊ അത്ഭുതങ്ങൾ സംഭവിക്കാവുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട് സൗത്ത്.